വാർത്തയിലേക്ക്. ഇന്ത്യയുടെ ആദ്യ സൂര്യ പഠന ഉപഗ്രഹം ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്ത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 2 വിക്ഷേപിച്ച പേടകം 126 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് നിർദ്ദിഷ്ട ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. മനു ഭരത് വിവരങ്ങൾ പങ്കുവയ്ക്കും. മനു, അങ്ങനെ ഇന്ത്യയുടെ ആദ്യ സൗര ദൌത്യം വിജയിച്ചു അല്ലേ? അത് ചന്ദ്രനിൽ ഇറങ്ങാൻ കഴിഞ്ഞതിനു ശേഷം അടുത്ത ദൌത്യം കൂടി ഇന്ത്യയുടെ പേടകം വിജയത്തോട് അടുത്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത വന്നതിന് തൊട്ടുപുറകെയാണ് നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. ISRO വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യ സൂര്യ പര്യവേഷണ ദൌത്യമായ ആദിത്യ L1 അതിന്റെ ലഗ്രാഞ്ച് പോയിന്റ്, അതായത് L1ൽ എത്തുകയാണ്. ഇനി അടുത്ത 5 വർഷം ഈ ലഗ്രാഞ്ച് പോയിന്റിൽ നിന്നുകൊണ്ട് ആദിത്യ L1 ഇന്ത്യൻ ബഹിരാകാശ പേടകം സൂര്യനെ നേർക്കുനേർ കണ്ടുകൊണ്ടിരിക്കും. ഭവ്യ സൂചിപ്പിച്ചതുപോലെ 2023 സെപ്റ്റംബർ 2 ഈ പേടകം വിക്ഷേപിച്ചത്. സെപ്റ്റംബർ 19 ഭൂമിയെ ചുറ്റുന്ന ഭ്രമണപഥം വിട്ട് ലഗ്രാഞ്ച് പോയിന്റിലേക്കുള്ള യാത്ര തുടർന്നത്. പിന്നീടുള്ള ദീർഘമായ യാത്ര, അങ്ങനെ 126 ദിവസം 125 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം 126ാമത്തെ ദിവസത്തെ യാത്രയ്ക്ക് ഒടുവിൽ പേടകം ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. വളരെ വിജയകരമായി 37 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കാൻ പേടകത്തിന് കഴിഞ്ഞു എന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ നേട്ടം. പേടകം അതിന്റെ എല്ലാവിധ സാങ്കേതിക മികവോടും കൂടി തന്നെയാണ് ലഗ്രാഞ്ച് പോയിന്റിൽ എത്തിയിട്ടുള്ളത് എന്നാണ് വിവരങ്ങൾ. ശാസ്ത്രീയമായ വിവരങ്ങൾ ഭൂമിയിൽ എവിടെ നിന്ന് നമുക്ക് ലഭിക്കാൻ കഴിയും എന്ന് നേരത്തെ തന്നെ ISRO വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് ആഴ്ചകൾക്ക് മുമ്പ് ആദിത്യ L1 പകർത്തിയ സൂര്യന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. തുടർന്നും ഇത്തരത്തിലുള്ള വിവരങ്ങൾ, സൂര്യനെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഈ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞനായ ജോസഫ് ലൂയിസ് ലഗ്രാഞ്ച് ആണ് ഈ ലഗ്രാഞ്ച് പോയിന്റുകളെ പറ്റി പ്രധാനമായി പഠനം നടത്തിയത്. ഈ ജോസഫ് ലൂയിസ് ലഗ്രാഞ്ചിന്റെ പേരിൽ ആണ് ഈ ലഗ്രാഞ്ച് പോയിന്റ് എന്ന സ്ഥാനം, പിന്നെ അതിന് ജോസഫ് ലൂയിസ് ലഗ്രാഞ്ചിന്റെ പേരാണ് ഈ ലഗ്രാഞ്ച് പോയിന്റിന് നൽകിയിട്ടുള്ളത്. അങ്ങനെ ഈ സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ, അതായത് ഈ ലഗ്രാഞ്ച് പോയിന്റിൽ നിൽക്കുമ്പോൾ ഭൂമി സൂര്യനെ ചുറ്റുന്ന അതേ വേഗതയിൽ തന്നെ തത്സമയമായി സ്ഥിരമായി നിന്നുകൊണ്ട് സൂര്യനെ ചുറ്റാനാകും. സൂര്യനെയും ഭൂമിയെയും നേർരേഖയിൽ ബന്ധിപ്പിച്ചാൽ സൂര്യനും ഭൂമിക്കും ഇടയിലായി ഭൂമിയിൽ നിന്ന് ഒരു 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ഈ ലഗ്രാഞ്ച് പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്കാണ് നമ്മൾ ആദിത്യ L1 വിക്ഷേപിച്ചത്. അപ്പൊ 1475 കിലോഗ്രാം ഭാരം ഉണ്ടായിരുന്നു ആദിത്യ L1ന്. ഭൂമിയിൽ നിന്ന് ഇത്രയും 15 ലക്ഷം കിലോമീറ്റർ, ഈ 1475 കിലോഗ്രാം ഭാരമുള്ള ആദിത്യ L1 വിക്ഷേപണം ചെയ്ത് വിജയകരമായി അതിന്റെ ഉദ്ദേശ സ്ഥലത്ത് എത്താൻ കഴിഞ്ഞു എന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ബഹിരാകാശ നേട്ടം എന്ന് തന്നെ വ്യാഖ്യാനിക്കാവുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രഖ്യാപിക്കാവുന്ന ഈ ദൗത്യത്തെ കാണേണ്ടത്. സൂര്യന്റെ പുറം ഭാഗത്തെ താപവ്യതിയാനം, അതുപോലെ ബഹിരാകാശ കാലാവസ്ഥ, അതുപോലെ സൂര്യനെ കുറിച്ചുള്ള വിശദമായ പഠനങ്ങൾ, സൂര്യന്റെ റേഡിയേഷൻ, കാന്തിക വികിരണങ്ങൾ, ഭൂമിയെ ബാധിക്കുന്നത് എങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ പഠിക്കാനാകും. സൂര്യന്റെ പുറം ഭാഗത്ത് നിന്ന് ഉള്ള പഠനത്തോടൊപ്പം അത് ഭൂമിയുടെ കാലാവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു എന്നും നമുക്ക് പഠിക്കാനാകും. അടുത്ത 5 വർഷത്തേക്കാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തെ മറ്റ് പല രാജ്യങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു രാജ്യത്തിന്റെ നേട്ടമെന്നതിനേക്കാൾ ഇത് ലോകത്തിന്റെ നേട്ടമായി കൂടി നമുക്ക് കാണാൻ കഴിയും. സൂര്യന്റെ ചലനാത്മകതയെക്കുറിച്ച്, അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ ഒട്ടനവധി ശാസ്ത്രീയമായ വസ്തുതകൾ നമുക്ക് പിന്നെ ഈ പഠനത്തിന്റെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സൂര്യന്റെ പ്രഭാമണ്ഡലം എന്ന് നമ്മൾ പറയുന്ന ഈ ഫോട്ടോസ്ഫിയർ, അതുപോലെ ക്രോമോസ്ഫിയർ, ബാഹ്യപാളികളായ പിന്നെ കൊറോണ എന്നിവയെക്കുറിച്ചുള്ള പഠനത്തിനായുള്ള 7 പേലോഡുകൾ ആദിത്യ L1ൽ ഉണ്ട്. ഈ ബംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് നിർമ്മിച്ച VELC എന്ന പേലോഡ്, അതുപോലെ പൂനെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമിക് ആൻഡ് ആസ്ട്രോഫിസിക്സ് വികസിപ്പിച്ച SUIT എന്ന പേലോഡ്, അതുപോലെ അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ നിന്ന് വികസിപ്പിച്ച ആസ്പെക്സ് എന്ന പേലോഡ്, അതുപോലെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നിന്നുള്ള പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ എന്നുള്ള PAPA പാപ്പ, ഇങ്ങനെ 7 പേലോഡുകൾ കൂടി അടങ്ങിയതാണ് ആദിത്യ
L1 പേടകം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബഹിരാകാശ രംഗത്ത് ഈ ഒരു ദൗത്യം അത് രാജ്യത്തിന് എക്കാലത്തും ഒരു ചരിത്ര വിജയമായി തന്നെയാണ് കണക്കാക്കേണ്ടത്. തീർച്ചയായും ചരിത്രം പിറന്നു എന്ന് തന്നെ പറയാം. ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ L1 വിജയകരമായി ലക്ഷ്യത്തെത്തിയിരിക്കുന്നു. 127 ദിവസവും 15 ലക്ഷം കിലോമീറ്റർ നീണ്ട യാത്ര പൂർത്തിയാക്കി ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യം ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തെത്തിയതുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പേടകം 1-ാം ലഗ്രാഞ്ച് ബിന്ദുവിൽ എത്തിയതായി ISRO സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമാണ് വിജയകരമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. മനു ഭാരത് തുടരുന്നുണ്ട്. മനു, ഇനി എന്തായാലും ഈ ഭാവിയിലെ ബഹിരാകാശ ദൗത്യങ്ങളിൽ അടക്കം ഈ ദൗത്യങ്ങളിൽ പേടകങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനടക്കം ആദിത്യ വഴി ലഭിക്കുന്ന വിവരങ്ങൾ ഏറെ നിർണായകമായിരിക്കും, അല്ലേ? അതെ, ഇന്ത്യക്ക് മുന്നിൽ ഇനി ഗഗൻയാൻ പദ്ധതി നമുക്ക് മുന്നിലുണ്ട്. യാത്രക്കാരില്ലാത്ത 2 റോക്കറ്റുകൾ ഉപയോഗിച്ചുള്ള വിക്ഷേപണം. അതുപോലെ തന്നെ ഇനി നമ്മൾ നേരത്തെ തന്നെ ചന്ദ്രനിലേക്ക് നമ്മളൊരു ദൗത്യം നടത്തിയിരുന്നു. അവിടെ നിന്ന് ഇനി സാമ്പിൾ എടുത്ത് തിരിച്ചു മടങ്ങാൻ കഴിയുന്ന തരത്തിലേക്ക് പിന്നീട് ആളുകളെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്നതിനും മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുന്നതിനും ഉൾപ്പെടെയുള്ള പ്രയത്നങ്ങൾ രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ടാണ് ബഹിരാകാശ രംഗത്തെ ഇത്തരം പ്രയത്നങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും L1 ബിന്ദുവിൽ എത്തി എന്നതുകൊണ്ട് തന്നെ പേടകത്തിന് മറ്റ് തടസ്സങ്ങളില്ലാതെ തുടർച്ചയായി സൂര്യനെ നിരീക്ഷിക്കാൻ കഴിയും. L1 ബിന്ദുവിലെത്താൻ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ആകെ ദൂരത്തിന്റെ 1% ആദിത്യ L1 സഞ്ചരിച്ചത്. 5 വർഷം നമുക്ക് ഈ പേടകം നമ്മൾ അതിന്റെ ഒരു ആയുസ്സായി പ്രതീക്ഷിക്കുന്നു. അതിൽ കൂടുതൽ ഒരുപക്ഷെ ISRO ഈ പേടകത്തിന് ആയുസ്സുണ്ട് എന്ന് കരുതുന്നുണ്ടെങ്കിലും അത് കണക്കുകൂട്ടലുകൾ അല്ലെങ്കിൽ ശാസ്ത്രീയമായി നമ്മൾ കണക്കാക്കുന്നത് 5 വർഷത്തെ ഒരു ആയുസ്സാണ്. ഒരുപക്ഷെ അതിൽ കൂടുതൽ നമുക്ക് അത് നിലനിൽക്കാനാകും. അതുപോലെ തന്നെ 7 പേലോഡുകൾ, അതിൽ 4 സൂര്യന്റെ ഫോട്ടോസ്ഫിയർ, അതുപോലെ ഉള്ള പുറംപാളി എന്നിവയെക്കുറിച്ചുള്ള വിവിധ ഭാഗങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് വേണ്ടിയാണ്. മറ്റുള്ളവ L1 പോയിന്റിൽ നിന്നും വിവിധ തരം കണികകളെക്കുറിച്ചും തരംഗങ്ങളെക്കുറിച്ചുമൊക്കെ ഉള്ള പഠനത്തിന് വേണ്ടിയും ഒക്കെയാണ് അതിന്റെ ഉദ്ദേശ ലക്ഷ്യം. അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബഹിരാകാശ രംഗത്ത് ഇന്ത്യ ഒരു വൻ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രയാൻ പദ്ധതിയുടെ വിജയം രാജ്യത്തിന്റെ ആത്മാഭിമാനമാണ് വാനോളം ഉയർത്തിയതെങ്കിൽ അതിലും അപ്പുറത്തേക്ക് നീങ്ങുന്നു ആദിത്യ L1ന്റെ വിജയം. ഇനി ഇന്ത്യ ബഹിരാകാശ രംഗത്ത് നടത്താനിരിക്കുന്ന വിജയകരമായ ദൗത്യങ്ങളുടെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഈ ദൗത്യത്തെ നമ്മൾ കാണുന്നത്. ഏതായാലും സെപ്റ്റംബർ 19 ഭൂമിയുടെ ഗുരുത്വാകർഷണം മറികടന്ന് പുതിയ ഭ്രമണപഥത്തിലേക്ക് നീങ്ങിയ ആദിത്യ L1 ഈ വിജയത്തിന്റെ വെന്നിക്കൊടി നാട്ടിയിരിക്കുന്നു എന്നതാണ് നമുക്ക് ഈ അവസരത്തിൽ പങ്കുവയ്ക്കാനുള്ളത്.